വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 3 LDF MLA-മാരുടെ ഒത്താശയോടെ കുതിരക്കച്ചവടം നടന്നെന്ന ഗുരുതര ആരോപണവുമായി UDF പ്രതിനിധി PI ഷാനവാസ് രംഗത്തെത്തി. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ജാഫർ മാസ്റ്ററെ 50 ലക്ഷം രൂപ നൽകി LDF പാളയത്തിലെത്തിച്ചാണ് ഭരണം പിടിച്ചെടുത്തതെന്ന് ഷാനവാസ് ആരോപിച്ചു. ഇതിന്റെ തെളിവായി ജാഫർ മാസ്റ്റർ സംസാരിക്കുന്ന ശബ്ദരേഖയും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തുവിട്ടു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും 7 സീറ്റുകൾ വീതം ലഭിച്ച സാഹചര്യത്തിൽ നറുക്കെടുപ്പിലൂടെ വിജയിയെ തീരുമാനിക്കേണ്ടതിനു പകരം UDF സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്ന ജാഫർ മാസ്റ്റർ LDF-ന് വോട്ട് ചെയ്യുകയായിരുന്നു. തുടർന്ന് നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ഇദ്ദേഹം വിട്ടുനിൽക്കുക കൂടി ചെയ്തതോടെ UDF-ന് 2 സ്ഥാനങ്ങളും നഷ്ടമായി. കരുവന്നൂർ ടീമും CPM-ഉം ചേർന്നാണ് ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചതെന്നും പണം വാങ്ങി വഞ്ചിച്ചവരെയും നൽകിയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഷാനവാസ് വ്യക്തമാക്കി. 50 ലക്ഷം രൂപ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം ഇത് രണ്ടും കിട്ടുമെന്നും ലഭിക്കുമെന്നും ജാഫർ മാഷ് എന്ന് പറയുന്ന കൂറുമാറിയ വ്യക്തി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ CPM-ന്റെ ഉന്നത നേതൃത്വത്തിന് ഇതുമായി ബന്ധമുണ്ട്. ആരാണ് ജാഫറിന് ഈ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്? എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്പത്തിക ഇടപാട് CPM നടത്താൻ കഴിയുന്നത്? ഇതൊക്കെ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ 3 MLA-മാരടക്കം വലിയൊരു ശൃംഖല പ്രവർത്തിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ മോഡലിൽ നടക്കുന്ന BJP പോലും ചെയ്യാൻ അറക്കുന്ന ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ നീക്കമാണ് CPM നടത്തിയത്. ആ തരത്തിലാണ് അവരൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള ഇതിന്റെ സാമ്പത്തിക സംവിധാനത്തെക്കുറിച്ചും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചുമുള്ള അന്വേഷണം നടക്കണം എന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്.